പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സർവത്തിൻ്റെയും ഉടയവനും രക്ഷിതാവുമായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നപ്പ. ഞങ്ങളെ ഇന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങൾക്കുള്ളവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, എന്നെ കേൾക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും പല സ്ഥലങ്ങളിലായി ഈശോയുടെ സംരക്ഷണത്തിൽ പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന സകല നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്നു. നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നങ്ങൾ കാണുവാൻ ഇടവരാതെ കാത്തുകൊള്ളണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെ ആരെ ഉപദ്രവിപ്പാനോ ഞങ്ങളുടെ അടുക്കൽ കടന്നുകൂടുവാനോ ഇടവരാതെ വണ്ണം കാത്തുകൊള്ളണമേ. ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നുകൂടുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ മാലാകമാരാൽ കോട്ട കെട്ടി സംരക്ഷണം തരണമേ നാഥ. ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വന്നുപോയ സകല പാപങ്ങളും ക്രൂശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുജലത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഞങ്ങളിൽ നിന്ന് ആരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളെ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ പൂർത്തിയാക്കി. ആകയാൽ ഇന്ന് പിതാവിൻ്റെ പക്കൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോനാഥനോട് അപേക്ഷിക്കണമേ. ഈശോ കുരിശിൽ കിടന്നപ്പോൾ അമ്മ സഹിച്ച വേദനകൾ പോലെ ഞങ്ങളുടെ വേദനകളെ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കൊരു തിരുവചനം വായിക്കാം. വായിക്കുന്ന തിരുവചനം 5 മിനിറ്റ് നേരം കിടക്കയിലിരുന്ന് ധ്യാനിച്ച് ഈശോ സഹിച്ച വേദനകളെ ഓർത്ത് ഈശോയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 2-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.